ഹായ്. 25/10/2025 ശനിയാഴ്ച അല്ലേ? അന്ന് ആഹ്, ഈ അറ്റൻഡർ, സ്റ്റോർ കീപ്പർ, സെയിൽസ്മാൻ എന്നീ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ PSC ഒരു പ്രിലിംസ് നടത്തി. പ്രിലിംസ് പരീക്ഷ. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു ചോദ്യം ഞാനിന്ന് പറയാം. അതിനകത്തുണ്ടായിരുന്ന ഒരു ചോദ്യം ഇതാണ്: കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ആര്? അപ്പോൾ അതിനകത്തുള്ള ഓപ്ഷനിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്ന ഓപ്ഷനിൽ നിന്ന് ഞാനൊരു ചെറിയ മാറ്റം വരുത്തുന്നു. അപ്പോൾ ഞാൻ പറയുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി ടി പ്രകാശം, ഓപ്ഷൻ ഡി IK കുമാരൻ മാസ്റ്റർ. അപ്പോൾ ഞാൻ ഈ 4 പേര് പറഞ്ഞത് ഇവരൊക്കെ ആരാന്ന് പറയാൻ വേണ്ടി, ഇവരൊക്കെ ഗാന്ധിമാരാണ്. എവിടുത്തെ ഗാന്ധിമാരാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ പേര് തന്നെ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് 2 ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ പേരും കെ കേളപ്പന്റെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിനൊക്കെ നേതൃത്വം കൊടുത്തയാളെ. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നിരാഹാരമൊക്കെ അനുഷ്ഠിച്ച സവർണൻ എന്ന രീതിയിൽ നമ്മൾ കേളപ്പനെ കുറിച്ച് പഠിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് KPCCയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ് കേളപ്പൻ. ഇനി അടുത്ത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹമാണ് അതിർത്തി ഗാന്ധി, ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് ഗാന്ധിയൻ രീതിയിലുള്ള സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയ ആളാണ്. അവിടെ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ്. പത്താന്മാരുടെ നേതാവായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്തത് ടി പ്രകാശമാണ് ഞാൻ പറഞ്ഞത്. ടി പ്രകാശം, ആന്ധ്ര ഗാന്ധി, ആന്ധ്ര കേസരി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ടി പ്രകാശം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCCയുടെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചയാൾ, അത് ടി പ്രകാശമാണ്. ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്ന KPCCയുടെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചു ആന്ധ്ര ഗാന്ധി എന്നറിയപ്പെടുന്ന ടി പ്രകാശം. ഇനി ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞല്ലോ, IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മയ്യഴി ഗാന്ധിയാണ് IK കുമാരൻ മാസ്റ്റർ. ഇനി ഒരു ഡൽഹി ഗാന്ധിയുണ്ട്. ഡൽഹി ഗാന്ധി നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി. ഗാന്ധിയുടെ വളരെ അടുത്തൊരു അനുയായിയായിരുന്നു നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായർ. അദ്ദേഹമാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇനി നമുക്കൊരു ബീഹാർ ഗാന്ധിയുണ്ട്. ബീഹാർ ഗാന്ധി നമ്മുടെ ആദ്യ പ്രസിഡന്റൊക്കെ ആകുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹമാണ് ബീഹാർ ഗാന്ധി. ഇനി വേദാരണ്യം ഗാന്ധിയുണ്ട്, അത് C രാജഗോപാലാചാരി.